Hi guys, welcome back our YouTube channel. So guys, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോസ് ആയിട്ടാണ്. ഇന്ന് സംഭവിച്ചാൽ ഞാൻ അന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പണ്ടത്തെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടു നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇത് പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ ഇനി പാർട്ട് 2 ഉണ്ടാവും, പാർട്ട് 3 ഉണ്ടാവും. ഈ വീഡിയോയിൽ നിങ്ങളുടെ റിയാക്ഷൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും അടുത്ത വീഡിയോയിൽ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കമോൺ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. What's up guys, welcome back to my channel. It's me Apro Z. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു കിടക്കോച്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ടെക് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഗൈസ്, കം ഓൺ. എന്തിൻട്രോടാ പറഞ്ഞേ? ബാക്കി ഉണ്ടാക്കോ. ആദ്യം വേണ്ടത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഒരു വെള്ളം വേണം. അപ്പോൾ പിന്നെ നമ്മുടെ സാധാ ഒരു പച്ചവെള്ളവും വേണം. അപ്പോൾ ഇത് രണ്ട് ചേർന്ന ഇതിൻ്റെ റിയാക്ഷൻ അഥവാ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് 2-3 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇത് ഫുള്ള് കട്ടയായി കിട്ടണം. ഇത് കട്ടയാവത്തില്ല, എന്നാലും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. രണ്ടും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ലെറ്റ്സ് ഗോ. A few moments later. ഫുള്ള് നല്ല ഐസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഫ്ലോപ്പാവുമെന്ന് പ്രതീക്ഷയില്ല. ആയിട്ടോ, നോക്കാം. ഇതെന്താ അപ്പുറത്തെ എൻ്റെ അനിയത്തിയാണ് ഗൈസ്, ഫാത്തിമ. അപ്പോൾ അവളിപ്പോൾ വീഡിയോസിൽ വരാറൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് റീൽസിൽ കണ്ടാലായി, ഇടയ്ക്കിടയ്ക്ക് വരുമൊന്നുമില്ല, നിർബന്ധിക്കണം. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും നല്ലൊരു റോളൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ ആരും ഇല്ലല്ലോ നമുക്ക് എടുക്കുക. അപ്പോൾ നിർബന്ധിച്ചാൽ വരും എന്തായാലും. ബാക്കി കണ്ടോക്കാം. ആ പകുതി റിയാക്ഷൻ വരുമ്പോൾ എൻ്റെ മൂഡ് മൊത്തം ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഇത് കാണും നിങ്ങൾക്ക്. എന്താ വെച്ചാൽ ഞാനൊക്കെ ഇങ്ങനെ ചെയ്ത് ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെ ആ ഒരു സംഗതി വരുമ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര ഷോക്കാണ്. ഞാനൊരു സംഭവമായിരുന്നു ഇവിടെ. അത് ബാക്കി ഉണ്ടാക്കാം. കണ്ടോ ഗൈസ്, ഇതാണ് ഇതിൽ നിന്ന് പൊന്തിയിട്ട് വരുന്നത്. കണ്ടോ, ഇതാ ഇത് റീൽ തന്നെയാണ് ഗൈസ്. ഇതാ കണ്ടോ ഗൈസ്, ഫോക്കസ് ഒരു മിനിറ്റ് ഫോക്കസ് ആയിക്കോളൂ. അപ്പോൾ ഗൈസ് ഇതിനും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അവിടത്തേക്ക് ഡെഡായത് അപ്പൻ്റെ മൂഡ് പോയി തോന്നുന്നു. അവിടേക്ക് ഡെഡായത് സാധനം. ഇനിത് കട്ടയായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇതിലുള്ളത്. കണ്ടോ, ഇതും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇല്ല ഗൈസ്, ഇതിത്രേ ആവുന്നുള്ളൂ. നമ്മൾ കുറേ സമയം ഈ വെയിലത്ത് വെച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ആവുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കാം. നിൽക്കും ഇത് എന്തെങ്കിലും കെമിക്കലാണ്. എന്താ, ഒരു കെമിക്കലും അല്ല, ഒരു കെമിക്കലും അല്ല. അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ കണ്ടത് എത്ര സമയം ഇതായിട്ടുണ്ടെന്ന് കണ്ടു. അനിയത്തിയാണ്. പൊട്ടിച്ചില് പോലെ ഉണ്ട് ഗൈസ്. കണ്ടോ, എൻ്റെ മോനെ ഒരു രക്ഷയിലാട്ടോ. കണ്ടായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. ഇതിലൊരു ടിസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഇൻട്രോ ഔട്ടറൊക്കെ ഒക്കെ എടുക്കുക. എന്താ വെച്ചാൽ ഫസ്റ്റ് എല്ലാ വീഡിയോസൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഞാൻ ഇൻട്രോ ഔട്ടറോ ഒക്കെ എടുക്കുക. എല്ലാവരും സ്വാഭാവികം അങ്ങനെയാണ്.
ആ ടൈമിൽ മൈക്കൊക്കെ ഇതാ എൻ്റെ മൈക്കൊക്കെ നോക്കിയവിടെ ഞാൻ തിളങ്ങി നിൽക്കുന്നത്. അതിനാകെ എത്ര 300 രൂപ 200 അങ്ങനെ സംതിങ് ഇത്ര ഉണ്ട്. അപ്പോൾ പുതിയ വരുമ്പോഴേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഗൈസ് അത് കുറച്ചായിട്ടുള്ളൂ എൻ്റെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോക്കസ് ആക്കുമ്പോൾ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെയിൽ കൊണ്ട് അത് കുറച്ച് ഇതായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞില്ല ഞാൻ. അപ്പം ബൈ സീ യു സണ്ണി ഔട്ടാ എന്തോ പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് ഇത് ചിരിക്കാൻ വരുന്നില്ല. എന്താ വെച്ചാൽ നമ്മളെന്നല്ലേ ഇത് ചെയ്ത്. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ആർക്കെങ്കിലും കാണുമ്പോൾ എന്തായാലും ചിരി വരും ഇതൊക്കെ കണ്ട. ഉണ്ട് ഇതേപോലെ തന്നെ ഉണ്ട്. അന്ന് ഷോർട്ട് ഫിലിമൊക്കെ എടുത്തായിരുന്നു. ഉണ്ട് കുറേ ഇങ്ങനത്തെ മാസ് ഐറ്റം. പക്ഷെ ഗൈസ് ഞങ്ങൾക്ക് ഒരു നാണക്കെടും ഇല്ല. ആൾക്കാർ പറഞ്ഞോട്ടെ എന്നുള്ള ഒരു മൈൻഡായിരുന്നു ആ ടൈമിന്. ഇപ്പോഴത് തന്നെയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തിലാണോ അതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അല്ലാതെ വേറെ ആളെ വിഷയം കേട്ടിട്ട് അത് എന്തിനാ വെറുതെ നമ്മളെ ലൈഫ് നമുക്ക് എന്തിനാണോ താല്പര്യമുള്ളത് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. കളിയാക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് പോലെ തന്നെ ഞാൻ നാട്ടിലേക്ക് ഇറങ്ങാറില്ലായിരുന്നു ഒരു സമയത്ത്. ഈ സമയത്തൊക്കെ നാട്ടിലേക്ക് ഇറങ്ങാറില്ല. എന്നെ ഇങ്ങനെ കളിയാക്കുക. ഇങ്ങനെ കളിയാക്കുക. ഇത് ടിക്ടോക്കിലുണ്ടായിരുന്നു ഞാൻ. ടിക്ടോക്ക് അതൊക്കെ വെറുതെ ചുമ്മാ അങ്ങനത്തെ ഡ്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ യൂട്യൂബിലാണ് എനിക്ക് കൂടുതലുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഡ്രീം ഇൻഫ്ലുവൻസർ ആവണം, യൂട്യൂബർ ആവണം. ഇൻഷാ അല്ലാ ആവാനായി. ഒരു പ്ലേ ബട്ടൺ കിട്ടാനായി. അൽഹംദുലില്ലാ നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. ഇൻഷാ അല്ലാ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനെയൊക്കെ കളിയാക്കുമ്പോൾ തന്നെ ഞാൻ വീട്ടിൽ വന്ന് കരിയറൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മാക്കറിയാം. എൻ്റെ ഉമ്മാനെ വരുന്ന ഇൻഷാ അല്ലാ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഉമ്മാനൊക്കെ വെച്ച് ഒരു വീഡിയോ ചെയ്യാം. ഉമ്മാടൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കേൾക്കാം ഇൻഷാ അല്ലാ. എനിവേ ഓക്കെ, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്ളോഗായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ്. മറ്റു ചില ഞങ്ങൾക്ക് റീൽസ് അതൊക്കെ ആയിട്ട് ടൈം കിട്ടാറില്ല. ഇപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ട് ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നു. അപ്പോൾ എനിവേ ഗൈസ്, താങ്ക് യു സോ മച്ച് യുവർ സപ്പോർട്ട് ആൻഡ് യുവർ ലവ്. ഓക്കെ, ബൈ ബൈ, സീ യു സൂൺ. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.